Hi friends, we have ampere circuital theorem application. That's one application we have class. The second application is magnetic field along axis of a solenoid. Magnetic field along the axis of a solenoid. And that's a solenoid. Solenoid എന്ന് പറഞ്ഞാൽ നീളത്തിൽ ഇങ്ങനെ ചുറ്റിവെച്ച കമ്പിച്ചുരുളാണ്. ഇങ്ങനെ അടുത്തടുത്താണ്. ഇതിലൂടെ I കറണ്ട് കടന്നു പോകുന്നു. സോളിനോയിഡ് നമുക്ക് AB എന്ന് വിളിക്കാം. അപ്പോൾ എഴുതി വെച്ചോളൂ. AB is a long solenoid carrying current I. Okay. Any CD ആണ് ഇതിന്റെ axis. എഴുതിക്കോളൂ ചോട്ടിൽ. CD is the axis of the solenoid. ഇനി അടുത്ത P. P is a point along the solenoid. P is a point along the axis of the solenoid. അല്ലെങ്കിൽ P is a point in the axis of the solenoid. Full stop. We want to find magnetic field at P using Ampere circuital theorem. For this, imagine a closed loop as shown in the figure. Okay, നമുക്ക് നോക്കാം. ഇനി ഞാൻ ഉപയോഗിക്കുന്ന ക്ലോസ്ഡ് ലൂപ്പ് ഭയങ്കര രസമുള്ള ലൂപ്പാണ്. ഇതാണ് ക്ലോസ്ഡ് ലൂപ്പ്. ഓക്കെ, ഞാൻ ആ ക്ലോസ്ഡ് ലൂപ്പിന് വേണമെങ്കിൽ PQ RS എന്ന് പേര് വിളിച്ചു. വെറുതെ ഒരു പേര് വിളിച്ചു. That's all. ഇനി along the axis of the solenoid, ഇപ്പോൾ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് along the axis of the solenoid പറഞ്ഞാൽ ഇപ്പം ഇങ്ങനെയാണ് കറണ്ട് ഇങ്ങനെയാണ് ഒഴുകുന്നത് അല്ലേ? കറണ്ട് ഒഴുകുന്ന ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. കറണ്ട് ഒഴുകുന്ന ഡയറക്ഷനിലേക്ക് വിരൽ തിരിക്കുമ്പോൾ തമ്പ് തരുന്നതാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഇതിലൂടെ കറണ്ട് ഇങ്ങനെയാണ് ഒഴുകുന്നത്. കറണ്ട് ഇങ്ങനെയാണ് ഒഴുകുന്നത്. അപ്പോൾ നമ്മൾ തമ്പ് വെക്കുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ കിട്ടും. ഇത് റൈറ്റ് ഹാൻഡ് റൂളാണ്, ലെഫ്റ്റ് ഹാൻഡ് അല്ല. സോ മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി ലൈക്ക് ദിസ്. ഇങ്ങനെയാണ് കറണ്ട് ഒഴുകണമെങ്കിൽ ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. ഓക്കെ, ഇങ്ങനെ കറണ്ട് ഒഴുകുമ്പോൾ ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. അപ്പോൾ അലോങ് ദി ആക്സസ് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ്. ഈ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ അലോങ് ദ ആക്സസ് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ്. നമുക്കതിൽ P എന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡാണ് കണ്ടത്. അപ്പോൾ അവിടെ ആംപിയർ സർക്യൂട്ടൽ തിയറം സേസ് ദാറ്റ് ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ B ഡോട്ട് dl ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രലാണ്. ഫുൾ അത് ക്ലോസ്ഡ് പാത്താണ് അല്ലെങ്കിൽ ക്ലോസ്ഡ് ലൂപ്പാണ് PQRS എന്ന് പറയുന്നത്. That is equal to mu0 times I enclosed. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ നീളം L ആയിക്കോട്ടെ. ഈ L നീളത്തിനുള്ളിൽ N ടേൺസ് ഉണ്ടെന്നിരിക്കട്ടെ. L നീളത്തിൻ്റെ ഉള്ളിൽ N ടേൺസ് ഉണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ ഓരോ ടേണിലും എന്തുണ്ട്? I കറണ്ട് ഉണ്ട്. ഓക്കെ, അത് മനസ്സിലാക്കണം. ഓരോ ടേണിലും അറ്റ് എ ടൈം I കറണ്ട് ഉണ്ട്. ഇതാണ് ഇക്വേഷൻ 1. ഇനി LHS എന്താണ്? LHS ഈക്വൽ ടു ക്ലോസ് ലൈൻ ഇൻ്റഗ്രൽ B ഡോട്ട് dl. അതിനെ ഞാൻ BSP ഡോട്ട് dl പ്ലസ് S to P പ്ലസ് P to Q BPQ dot dl plus Q to R BQR dot dl plus R to S B
RS.dl എന്ന് പേര് വിളിച്ചു. അങ്ങനെ അല്ലേ? അതായത് ക്ലോസ്ഡ് ലൂപ്പിനെ ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഇൻ്റഗ്രൽ, ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഇൻ്റഗ്രൽ, ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഇൻ്റഗ്രൽ, ഇവിടം മുതൽ ഇവിടം വരെയുള്ള കഷ്ണം കഷ്ണമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഈ BSP ആണെന്ത്? അലോങ് ദി ആക്സസ്. SP ആക്സസ് അല്ലേ? അപ്പോൾ BSP ആണ് നമുക്ക് കാണേണ്ടത്, ബാക്കിയൊന്നും നമ്മൾ കാണണ്ട. അതല്ല നമ്മളോട് കാണാൻ ചോദിച്ചത്. അപ്പോൾ LHS ഈക്വൽ ടു S to P BSP.dl പ്ലസ് അല്ലെങ്കിൽ പ്ലസ് വേറെ ഇങ്ങനെ ചെയ്യാം. ഒരു സ്റ്റെപ്പ് കുറക്കാൻ വേണ്ടിയാണ്. S to Pയിൽ BSP.dl cos 0 എന്നാ വരിക. ശരിയല്ലേ? വൈ? അവിടെ ഞങ്ങൾ ചെറിയ DL എടുത്താൽ ആ DLൻ്റെ ഡയറക്ഷനും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും സെയിം ആണ്. ഇവിടെ നിങ്ങളൊരു കഷ്ണം DL എടുത്താൽ അവിടെ മാഗ്നറ്റിക് ഫീൽഡും DLും 90 ഡിഗ്രിയിലാണ്. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല, ഔട്ട്സൈഡ് മാഗ്നറ്റിക് ഫീൽഡ് 0 ആണ്. ഇവിടെ വീണ്ടും മാഗ്നറ്റിക് ഫീൽഡ് 90 ആണ് DLുമായിട്ട്. സോ ഇവിടെ cos 0 ആണ് SPയിൽ. പ്ലസ് P2Q BPQ.dl cos 90 പ്ലസ് പിന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റുക R2S BRS.dl cos 90 പ്ലസ് ആ ഒരു Q2R വിട്ടുപോയി, Q2R BQR.dl cos theta. But BQR equal to 0 since the point is outside the solenoid. Point is outside solenoid. ആ സോളിനോയിഡിൻ്റെ പുറത്താണ്. അപ്പോൾ LHS ഈക്വൽ ടു, അപ്പോൾ ഈ ടേം എന്തായിപ്പോയി? ഈ ടേം 0 ആയിപ്പോയി, ഈ ടേമും 0 ആയിപ്പോയി അല്ലേ? ഈ ടേമും 0 ആയിപ്പോയി. ഇവിടെ cos 90 0 ആയതുകൊണ്ട് cos 90 0 ആയതുകൊണ്ട് 0 ആയി. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് 0 ആയതുകൊണ്ട് 0 ആയി. അപ്പോൾ LHS ഈക്വൽ ടു S to P BSP.dl എന്ന് വരും. അതിൽ BSPനെ കോൺസ്റ്റൻ്റ് ആക്കി പുറത്തെടുത്താൽ S to P.dl എന്ന് വരും. ആൻഡ് ദാറ്റ് BSP ഇൻറ്റു L എന്ന് വരും. ശരിയല്ലേ? ആ BSP ആണ് ഈക്വൽ ടു B ആക്സസ് ഇൻറ്റു L ആവുന്നത്. ISP ആണല്ലോ ആക്സസ്. യു ഗോട്ട് ഇറ്റ്? ഇനി apply in ACT. I enclosed equal to, ഞാൻ പറഞ്ഞല്ലോ ഒരു ലൂപ്പിൽ I കറണ്ട് ഉണ്ട്, അങ്ങനത്തെ N ലൂപ്സ് ഉണ്ട്. അപ്പോൾ I enclosed എത്രയാവും? വെരി ഗുഡ്, NI. അറ്റ് എ ടൈം ഓരോ ലൂപ്പിലും I കറണ്ട് ഉണ്ട്. അങ്ങനത്തെ N ലൂപ്സ് നമ്മൾ ഉദ്ദേശിച്ച ആ റെക്ടാങ്കുലർ ആയിട്ടുള്ള ആംപേരിയൻ ലൂപ്പിൻ്റെ ഉള്ളിൽ N ലൂപ്സ് ഉണ്ട്. ഓക്കെ, അപ്പം മൊത്തം കറണ്ട് എൻക്ലോസ്ഡ് ഈസ് വാട്ട്? NI. അപ്പം എന്ത് വരും? LHS ഈക്വൽ ടു B ആക്സിസ് ഇൻറ്റു L ഈക്വൽ ടു μ0 NI. So B axis equal to μ0 N by L into I. What is that N by L? B axis equal to μ0 small n into I, where small n equal to N by L. Small n equal to N by L equal to number of turns per unit length. Number of turns per unit length. ഒരു യൂണിറ്റ് ലെങ്ത് ശരിയല്ലേ? ടോട്ടൽ ടേൺസ് ആണ് N, L ആണ് ടോട്ടൽ ലെങ്ത്. അപ്പോൾ N by L will be number of turns per unit length.
ദാറ്റ്സ് ഓൾ. അപ്പോൾ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് അലോങ് ദി ആക്സിസ് ഓഫ് എ ലോങ് സോളിനോയിഡ് കിട്ടി. ശ്രദ്ധിക്കുക, വീണ്ടും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ കറണ്ട് പോകുന്ന ഡയറക്ഷനിലേക്ക് വിരലുകളെ വളയ്ക്കുമ്പോൾ തമ്പ് തരുന്നതാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഓഫ് റൈറ്റ് ഹാൻഡ്. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, ഇത് റൈറ്റ് ഹാൻഡ് ആണ്, ലെഫ്റ്റ് ഹാൻഡ് അല്ല. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഞാൻ ഇടയിൽ പറഞ്ഞ എക്സ്പ്ലനേഷൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് വേണം നോട്ട്സ് എഴുതാൻ. പരീക്ഷ എഴുതുമ്പോഴും എക്സ്പ്ലനേഷൻസോടെ പരീക്ഷയ്ക്ക് എഴുതണം. റെഡി?